അപ്പുറത്ത് കുറേ മലയും കുന്നും, അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകൾ. രസമാണ് കാണാൻ. നിർത്തിയേ പറ്റും, അത് നമ്മൾ നിർത്തിയേ പറ്റും. എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പാർക്കിംഗ് ഒപ്പിക്കണം. ഇപ്പോൾ റോഡ് വണ്ടി പോകാനൊന്നും സ്ഥലമില്ല, പിന്നെ പാർക്കിങ് ആൾക്കാരുടെ പെരയിൽ പറമ്പിലും കയറ്റിട്ടുണ്ടെങ്കിൽ പിടിക്കേണ്ട സ്ഥലമല്ലോ, തിരിച്ചു വന്നേ പറ്റും. ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം. ബോഞ്ചോറിഞ്ഞു ചാവ ബോഞ്ചോറിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് വീക്കെൻഡാണ്. സാറ്റർഡേ മോർണിംഗ് രാത്രി ഇറങ്ങണം എന്ന് വിചാരിച്ചോ. ഒരു 4:05 5:30 പോകുന്നു. എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. 5:00 ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. പിന്നെ അത് കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഇനി കുറച്ച് അധികം പോകാനുണ്ട്, ദൂരം കുറച്ച് കൂടുതലാണ്. നമുക്കെന്തായാലും വണ്ടി കയറിയേക്കാം. കിലോമീറ്റേഴ്സ് 30,413 ആയിട്ടുണ്ട്. ഇനി ബ്ലൂടൂത്ത് ഓണാക്കട്ടെ. ഡിഫോൾട്ടായിട്ട് വണ്ടിയിൽ FM ഓണാവും. എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി കുഴപ്പമില്ല. ഇനി മാപ്പ് ഇടണം. വണ്ടി ഒന്ന് നിർത്തി കുറച്ചായി ദൂരത്ത് വന്നിട്ടിപ്പോൾ ഇനി 9 ആവും. നിർത്തി പോകണുണ്ട്. ഈ റോഡിൻ്റെ സ്പീഡ് 90 ആണ്. 90, 80, 70 ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കും. ഓരോ സ്ഥലത്ത് കയറുമ്പോൾ എത്തുമ്പോൾ സ്പീഡൊന്ന് കുറയും, പിന്നൊന്ന് കൂടും, പിന്നൊന്ന് കുറയും. 2 ലൈനാണ്. 2 ഓപ്പോസിറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുത്തെ പമ്പ് ഇതാണ് ഇവിടെ പല ബ്രാൻഡും. IP എന്നാണ് ഞാൻ അടിക്കൽ. പിന്നെ കുറേ ബ്രാൻഡുണ്ട്, ഇസോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഒരു ഷോപ്പുണ്ടാവും ഇവിടെ അടുത്ത്. അവിടെ പോയിട്ട് പിന്നെ വാഷ്റൂം കൂടെ ഉണ്ടാവണം. ഇവിടെ ഏത് ഗ്രോസറിയിലും ബാറുണ്ടാവും. അതിവിടെ നിർബന്ധം. 1.69 ആണ് ഡീസലിൻ്റെ പ്രൈസ്. GP എല്ലാം സാധനം മെറ്റാനോ എന്നുള്ളവോ. സെൽഫ് സർവീസ് ആണെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെ നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്തു, ഗ്ലാസ്സിൽ പിടിപ്പിച്ച്. ഇതാകുമ്പോൾ രസമില്ല, കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. മറ്റേ റിസ്ക്കാണ്, ഷൂട്ടും രണ്ടും കൂടി നടക്കില്ല. ഇനിയിപ്പോൾ സുഖം, ഇതുകൊണ്ട് റെക്കോർഡിങ്ങിൽ ഇട്ടാൽ പിന്നെ കുഴപ്പമില്ല. എന്തായാലും പെട്രോൾ ഡീസലൊന്നും അടിച്ചു. കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നിടത്തോളം പേടിയാണ്. ഡീസൽ അടിക്കാതെ പോകുന്നത് മണ്ടത്തരാണ്. അടിച്ചൊരു സമാധാനം. നമ്മൾ ഫുള്ളാക്കി വെക്കണം. ഇവിടെ ഉള്ള ആൾക്കാരുടെ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളാക്കി വെക്കുക എന്നുള്ള ടെൻഡൻസി വേണം. അല്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും അവൈലബിൾ അല്ല ഗ്യാസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നോർത്ത് സൈഡ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും പറയാൻ വേണ്ട. കയറുന്ന മുന്നേ തന്നെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കയറണം. അതാകുമ്പോൾ
പിന്നെ ഉച്ചയ്ക്ക് ഇവർ നമ്മൾ ചോറ് കഴിക്കാൻ പോകും, അപ്പോൾ പൂട്ടും. ചില സ്ഥലത്തേക്ക് തുറക്കുകയില്ല. വൈകുന്നേരം 5-6-7 മണിയായി അവർ അടച്ചു പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ 24 hour ചില ടൗണിലൊക്കെ ഉള്ളൂ 24 hour പമ്പൊക്കെ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ എന്തോ ലേക്ക് എന്തോ ഉണ്ട്. റൈറ്റ് സൈഡിൽ മാപ്പിൽ ലേക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് പൊന്തായതുകൊണ്ട് തിരിക്കാൻ പറ്റില്ല. റൗണ്ട് അബൌട്ട് വരുന്ന റൗണ്ട് അബൌട്ട് സ്ട്രൈറ്റ് നമുക്ക് വരണം. ഈ ഡോളോമൈറ്റ് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റൂട്ട് തന്നെ. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരു പോണ്ടിഡി ലിഗറെ എന്തോ സ്ഥലം നോക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് നോർത്ത് സൈഡിലാണ്. ഏതാണ്ട് ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് 2 hour റണ്ണിങ് വരുന്നുണ്ട്. പോണ്ട് ഡി ലിഗനോ പോണ്ട് ഡേ ലിഗനോ പോണ്ട് ഡി ലിഗനോ ടൊണേലെ പോണ്ട് ഡി ലിഗനോ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, പോയി നോക്കാം. ടൗൺ അല്ല, വില്ലേജാണ് സ്ഥലം. പിന്നെ അതിൻ്റെ സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഡോളോമൈറ്റ് സെക്കൻഡ് ലൊക്കേഷൻ. പിന്നെ വരുന്നത് പാസോ ഗാർഡീന. പിന്നെ വാൾഡിഫൂളി അങ്ങനത്തെ പേര്. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ നേരെ തിരിച്ചു വരാം. ഇതന്നെ ഇവർ തമ്മിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങൾ തമ്മിൽ 50-60 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. റൈറ്റ് സൈഡിൽ കിട്ടില്ല ഒരു ലേക്ക് ഉണ്ട് അറിയാം. പാർക്കിംഗ് ഒന്നുമില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ. പാർക്കിംഗ് കിട്ടാൻ കുറേ പണി സമയം എടുക്കും. നോക്കട്ടെ ഇവിടെ നിർത്താൻ പറ്റുമെങ്കിൽ കിട്ടുന്ന സ്ഥലം, അപ്പുറത്ത് കിട്ടുന്ന പ്ലേസാണ് കാണുന്നത്. നിർത്താൻ പറ്റുമെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. നിർത്തിയേ പറ്റും, നമ്മൾ നിർത്തിയേ പറ്റും. ഇവിടെയെങ്കിലും ഇപ്പോൾ ഒരു പാർക്കിംഗ് ഒപ്പിക്കണം. റോഡ് വണ്ടി പോകാനൊന്നും സ്ഥലമില്ല. പിന്നെ പാർക്കിങ് ആൾക്കാരുടെ പെരയിൽ പറമ്പിലും കയറ്റിട്ടുണ്ടായിരുന്നു. സ്ഥലമില്ല അറിയാം. ഒരു സ്ഥലവും കാണാൻ സ്ഥലം പോയിപ്പോ നല്ല സ്പോട്ടായിരുന്നു. അത് തിരിച്ചു വന്നാലോ? തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ തിരിച്ചു വരും. ഇവിടെയൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചൂണ്ടിലിട്ടുന്ന സ്ഥലമാണ്, വെടിക്കെട്ട് സ്ഥലമല്ലോ. തിരിച്ചു വന്നേ പറ്റും. ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ തിരട്ടേ പറ്റും. ഉണ്ടോ? ഇവിടെ നല്ലൊരു ഏരിയ. ഇവിടെ നിന്ന് കണ്ടിട്ടുക കുറച്ച് നടന്നു നോക്കാം. അവിടെ താഴെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഉണ്ടോ? പോയി നോക്കാം. നല്ല ഫ്രെയിമാണ്. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്, ഫുൾ ഫ്രെയിം. ഒട്ട് നോക്കിയാലും ഫ്രെയിമാണ്. ഇവിടെ വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്. കണ്ട സ്പേസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ കയറ്റിയിടാം. പിന്നെ ഇടാൻ പറ്റുമോ? പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പുറത്തെ കണ്ട മീൻ പിടിക്കുന്നുണ്ട്. പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ബോട്ടിംഗ് ഉണ്ട്, അത് പേഴ്സണൽ ബോട്ടിങ്ങാണ് തോന്നുന്നു. അപ്പുറത്ത് കുറേ മലയും കുന്നും, അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകൾ, രസമാണ് കാണാൻ. എങ്ങോട്ട് നോക്കിയാൽ ഫ്രെയിമാണ്, ഫുള്ള് ഫ്രെയിം, ഫോട്ടോ ഫ്രെയിമാണ്. മീനാണ് കിട്ടിയിട്ടില്ല. അതാണ് ഒരു ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ചെറിയ ടെമ്പിള്, കുറ്റിക്കാട് പൊന്ത. അല്ല, നമുക്ക് നല്ല മീനാണ്. കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളൂ.